ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവുകയും ഒരു പൂർണ്ണമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ആയി പോവുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ഒറ്റൊരു ആക്ഷൻ കാരണം സിറ്റുവേഷൻ പോലും ചേഞ്ച് ആകും. ഇന്നത്തെ ദിവസം ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക, കൂടാതെ ഇവരുടെ കുടുംബത്തിൽ എന്തോ ഫാമിലി ഇഷ്യൂ ഉണ്ടാവുക, അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും വൈബ്രേഷൻ പറയുന്നത് നിങ്ങൾക്ക് നേരെ ന്യായം ഉണ്ടാകുന്നതാണ്. പക്ഷെ ആ ഒരു ന്യായം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ചില കാർമിക് സിറ്റുവേഷൻ റിലീസാകുന്നതായിട്ട്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ വലിയ ചേഞ്ചസ് ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് സഡൻലി ഇവർക്ക് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് റിസീവ് ആവുക, അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. ഹെവി എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ അതായത് സഡൻ ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വരുന്നു. അതായത് ഇവരുടെ ഫാമിലി ഇവരോട് പറയുകയാണ് മറ്റൊരാളെ വിവാഹം ചെയ്യാം, പക്ഷേ ഇവർ ഇതുവരെയും നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യം ഇവരുടെ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ സഡനായിട്ട് ഇത് കേൾക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യും? കാരണം നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. നിങ്ങളോ അതോ ഫാമിലി പറയുന്ന ആളോ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഇവരാവുകയും ഇവർ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ഫാമിലിയോട് പറയും, ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അവരെ മാരേജ് ചെയ്യുവാനാണ് ഇഷ്ടമെന്ന് ഫാമിലിയോട് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമായിരിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയോട് പറയുന്നതാണ്. ഇത്രയും കാര്യം അവിടെ സംഭവിക്കുമ്പോൾ തന്നെ ഇവരും ഇവരുടെ ഫാമിലിയുമായിട്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഫാമിലി എന്തായാലും ഇവരോട് ആർഗ്യുമെൻ്റ് ചെയ്യും. കാരണം ഇത്രയും കാലം ഇവരുടെ ഫാമിലിയോട് ഈ ഒരു കാര്യം പറയാത്തത് എന്നുള്ള രീതിയിൽ ഫാമിലി ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇവിടെ പെൺകുട്ടിയാണ് എങ്കിൽ ഉറപ്പായിട്ടും ഇവർ ആദ്യം ചോദിക്കുന്നത്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ആദ്യം ചോദിക്കുന്നത് കാസ്റ്റ്, കൾച്ചർ, പിന്നെ ട്രഡീഷണൽ സ്റ്റാറ്റസ് ഒക്കെ ആയിരിക്കാം. ആൺകുട്ടിയാകുമ്പോൾ സ്റ്റാറ്റസ് ആയിരിക്കാം കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ആർഗ്യുമെൻ്റ്, കോൺഫ്ലിക്റ്റിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും സഡൻലി ഇവരുടെ ലൈഫിൽ ഈ ഒരു കാര്യം ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ അവരുടെ ഭാര്യയാണ്, അപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് വേറൊരാളുമായിട്ട് ഒരു അഫെയർ ഉണ്ട്. അപ്പോൾ സഡനായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം അറിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അങ്ങനെയുള്ള സിറ്റുവേഷനും സഡനായിട്ട് പുറത്തു വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരാളെ ചൂസ് ചെയ്യുവാൻ പറയുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം ഇവരുടെ ലൈഫിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവർ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ വരുന്നതായിട്ട്, ഒരു ക്രൂഷ്യൽ മൂമെൻറ്റ് ഇവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സഡനായിട്ടൊരു ഡിസിഷൻ ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വൈബ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ചില ആൾക്കാരുടെ പേഴ്സണ് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കേൾക്കാൻ സാധിക്കുന്നതാണ് ഇവരുടെ ഹെൽത്ത് മോശമായിട്ടുണ്ട് എന്ന്. ഇവിടെ ഇവരെ ആരോ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാതെ അവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇന്നത്തെ ദിവസം ഇവരെ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും പേടിക്കത്തില്ല. ഇവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കും. ഇവർ അവരുടെ ആ ഒരു മാനിപ്പുലേഷനിൽ വീഴത്തില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ സക്സസ് ആണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ സക്സസ് ആണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സക്സസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മേജർ ചേഞ്ച്, ഇവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു മേജർ ചേഞ്ചാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മേജർ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ മേജർ ചേഞ്ച്. ഇവിടെ ലവ് ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജസ്റ്റിസിൻ്റെ കാർഡ് പറയുന്നത് ലവ് ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഇവർ ചെയ്യുവാൻ പോകുകയാണ്.
ഇവിടെ കർമ്മ ക്ലിയർ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ 888 നമ്പർ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പാസ്റ്റിൽ കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റാണ്. കർമ്മ ക്ലിയർ ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവിടെ മിക്കവാറും ആൾക്കാരുടെയും 2023 ലാസ്റ്റ് ആയപ്പോൾ കമൻറ്റിലുണ്ടായിരുന്നത് മെസ്സേജ് വന്നു, കോൾ വന്നു എന്നായിരുന്നു. 2024 എൻട്രി ചെയ്തപ്പോൾ തന്നെ മാരേജ് ഫിക്സായി, കമ്മിറ്റ്മെൻറ്റ് റിസീവായി, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയും മെസ്സേജ് ഞാൻ വായിച്ചത്. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ശനി മഹാരാജാവിൻ്റെ ചേഞ്ചാണ്. നമ്മുടെ കർമ്മം എന്താണോ അത് അനുസരിച്ചായിരിക്കും നമുക്ക് ബലം കിട്ടുന്നത്. നമ്മൾ നല്ല കർമ്മമാണ് ചെയ്തത് എങ്കിൽ 2024 നമുക്ക് നല്ല ബലമായിരിക്കും കിട്ടുന്നത്. നമ്മൾ മോശ കർമ്മമാണ് ചെയ്തത് എങ്കിൽ 2024 മോശ ബലമായിരിക്കും നമുക്ക് ഫസ്റ്റിലേ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മ ബേസ് ചെയ്താണ് ശനി ഭഗവാൻ നിങ്ങൾക്ക് ഫലം തരുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് 2024 അവരുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പായി അങ്ങനെയൊക്കെ ആയിരിക്കാം ഉണ്ടായത്. അത് നിങ്ങളുടെ കർമ്മ ബേസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആർക്കൊക്കെയാണോ അവരുടെ ലവ് ലൈഫിൽ കാര്യങ്ങളെല്ലാം നേരെയായിട്ട് വരുന്നത് അവർക്കെല്ലാം എൻ്റെ വക ആശംസകൾ ഞാൻ നേരുന്നു. ഇനി ഈ ഒരു വർഷം നിങ്ങൾക്ക് ചേഞ്ച് തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റും നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസലും തരികയാണെങ്കിൽ അതിൽ പകരം സന്തോഷം വേറെയില്ല എനിക്ക്. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ വീട്ടിലോ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഡൗൺ വരികയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ശനി ഭഗവാന്റെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത് എന്ന്. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിനെ റിലീസാക്കുക, ഹീലാക്കി റിലീസാക്കുക. കാരണം അത് അത്രയേ ഉള്ളൂ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആയുസ് എന്ന് നിങ്ങൾ വിചാരിക്കുക. കൂടാതെ നിങ്ങൾ ഹനുമാൻ ചാലീസ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ കേൾക്കേണ്ടതാണ്. കൂടാതെ ഹനുമാൻ ഭഗവാനെ നിങ്ങൾ ഈ സമയം വിളിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ ഭഗവാന്റെ കോവിലിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്കൊരു റിലീഫ് കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇവിടെ നിങ്ങളുടെ വിഷസ് എന്താണോ അത് ഫുൾഫിൽമെൻ്റ് ആവുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഓടി മറയുകയോ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇവർ ചെയ്ത തെറ്റ് എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ന്യൂ ബിഗിനിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ഇവർ ഒരു ഡിസിഷൻ ഒറ്റയ്ക്ക് എടുക്കത്തില്ല. ഉറപ്പായിട്ടും നിങ്ങളോട് ഇവർ കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കും, എൻ്റെ കൂടെ നിൽക്കുമോ അതോ പകുതി വെച്ച് എന്നെ വിട്ടിട്ട് പോകുമോ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇവർ എന്താണോ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളോട് ചോദിച്ചിട്ടായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത്. ഇവിടെ 5 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന. 5 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂർ അല്ലെങ്കിൽ 25 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആർക്കൊക്കെയാണോ മെസ്സേജ് റിസീവ് ആകുന്നത് അവർ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇനി ഇവർ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് നോക്കാം. ഇവർ എത്രത്തോളം നിങ്ങളെ മിസ് ചെയ്തു, എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചു, ഇതെല്ലാം നിങ്ങളോട് ഇവർ പറയുന്നതാണ്. വരാൻ പോകുന്ന സമയം എന്ത് ആക്ഷനാണ് ഇവർ എടുക്കാൻ പോകുന്നത് അതും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇവർ എത്രത്തോളം ഹേർട്ടിലാണ്, ഇത്രത്തോളം സഫറിങ്ങിലാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ കടന്നു പോയത് എന്നെല്ലാം ഇവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കൂടെ ഇവരുടെ ഡെസ്റ്റിനി ഉണ്ട് എന്നും ഇവർ നിങ്ങളോട് പറയുന്നതാണ്. കൂടാതെ ഇവിടെ മദർഗായയുടെ അതായത് യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ നിങ്ങളെ ഡ്രീംസിൽ കണ്ടു, നിങ്ങളുമായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു ഡ്രീമാണ് അവർ കണ്ടത്. ഇവർ ഉറപ്പായിട്ടും എന്തോ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാർക്കും ടാരോ റീഡിങ്ങിലൂടെ ഹീലിംഗ് കിട്ടുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങൾ വളരെയധികം തകർന്ന അവസ്ഥയിലായിരിക്കും. സഡനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു റീഡിംഗ് വരുന്നു. നിങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ആശ്വാസം കിട്ടുന്നു. അതുപോലെ ഒരു ടാരോ റീഡിങ്ങിലൂടെയും നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്.
നിങ്ങളെപ്പോഴും നിങ്ങളുടെ പവറിലിരിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ സെൻസ് എന്താണോ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതാണ്. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളിപ്പോഴും ആരോടെങ്കിലും വൈരാഗ്യവും ദേഷ്യവും ബ്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ദേഷ്യവും വച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ റിലീസാക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റിവിറ്റിയാണോ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ ഒരു കർമ്മ പോലെ ആ നെഗറ്റിവിറ്റി മാറുന്നതാണ്. നിങ്ങൾ പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയി മാറുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റിവിറ്റി എല്ലാം മാറ്റി പോസിറ്റിവിറ്റി ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.